പാവനല്ല കുത്തി നീ എന്റെ പള്ളക്കട കുത്തി നീ 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 ഇന്നലെ സ്കൂട്ടായിക്കുന്നു ഇല്ലെങ്കിലേ എന്റെ റോസിന് വാലായമസാരി കൊടുക്കേണ്ടി വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ കളിച്ചോണ്ടിരിക്കണ നീ മനുഷ്യവിടെ ടടാഷ്ടാന ഇങ്ങോട്ട് നടക്കടാ. എന്നെ ട്രെയിനിങ് ഒക്കെ തീർന്നുട്ടാ. നീയേ പിടിച്ചിട്ടേ അവിടെ പോയിരുന്നു. ഞാനേ പോയിട്ട് എന്താ പോയിട്ട് വരാന്ന്. തൂറിട്ട് വരാ. നീ എവിടെ പോയിരുന്നാ നീ? പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ. ബാബോ പറ. മലങ്കോളും കേട്ടണെങ്കിലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് പിടിച്ചടാ. വയററിയാണ്ട് ഓർന്ന് വലിച്ചു വരുന്നുണ്ട്. കാലത്തിന് നോക്കാനിരിക്കാ നീ. ആ മീൻകൂട്ടാൻ മുഴുവൻ തീർത്താണല്ലോ. എനിക്കറിയാതെ. ഇത് മീൻകൂട്ടാന്റെ അല്ല, കുറച്ചു ദിവസം മുമ്പ് രണ്ടുപേരും കൂടി കട്ടുന്നതിന്റെ ആണോടി? പിന്നല്ലാതെ. ചേട്ടാ ചെലവിയാണ്ട് ഇവിടുന്ന് മുങ്ങിക്കളാന്ന് വിചാരിക്കണ്ടാട്ടാ. നീ തിരുമടി ഇതൊക്കെ നോക്കാം. ഞാൻ പോയിക്കോട്ടെ. നീ ആദ്യം ഞാൻ വല്ല കഴിക്കാൻ നോക്കടാ. ഇന്നലത്തെ പഴങ്കഞ്ഞിയും പിന്നെ ഞാൻ മീൻ കൂട്ടാനൊക്കെ കാണും. നീ എവിടേക്കും പോണ്ടടാ. എൻ്റെ കൂടെ വന്നു. നിന്നെ ഞാൻ നല്ല ഒന്നാം തരം കള്ളനാക്കി കൈത്തരാം. പോരെ? ഭയങ്കര രഹസ്യമായിട്ട് നിനക്ക്. വാ. എങ്ങടത്? അതെ വേലത്തെ നീ കളിക്കണട്ടാ. അപ്പനെ പോലെ കറുത്തു പോവും. പുതിയ ശിഷ്യനെ കാണുമ്പോ ഡാൻസിക്ക് ഒരു ഇളക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലവ് ലെറ്റർ കൊടുത്ത മുതലല്ലേ ഇളക്കം ഉണ്ടാവും. ദാസൻ മീനൊന്നും കൊണ്ടുവന്നില്ലേ? ഇന്നവും വന്നില്ലെന്നേ. അവനതുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു 1.5 കിലോ മേടിച്ച് വറുത്ത് പൊരിച്ചങ്ങോട്ട് തിന്നായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. ആ ഒത്തിരി പറിച്ച മാമേ കഞ്ഞി കുടിച്ചാ? അതിന് പണത്തോളം വിശപ്പില്ല മോനെ. കാലത്തെ കാപ്പിയുള്ള ഒരു അറക്ക് കുടിച്ച പടിമ വെയിലെത്തണ വരെ ഒന്നും വേണ്ട. വായ അങ്ങട് കഴിച്ചു. പിന്നെ ഉച്ച ആകുമ്പോ ഒരു പിടി ഉപ്പിന്റെ കഞ്ഞാ കുടിക്കും. അതല്ലാണ്ട് ഒരു അരി ഭക്ഷണം ഇല്ല മോനെ. ഡാ മോനെ ബെന്നിയെ,
ഒരു 100 ഉറുപ്പ്യ ഉണ്ടാവോ അമ്മാമ്മയ്ക്ക് തരാൻ? ഓല മെടഞ്ഞാൽ കാശ് കിട്ടുമ്പോ തിരിച്ചു തരാം. എടി റോസിയെ, ഒരു 200 എടുത്ത് അമ്മമ്മയ്ക്ക് കൊടുത്തേ. എടുത്ത് വെച്ചിരിക്കില്ലേ കൊടുക്ക വടി കുത്തി വന്നോളും തള്ള. മോനെ ബെന്നി ഇങ്ങ് വാ. അവിടെ ഇരിക്കി. നീ വല്ലതും അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങള്? എന്തേ? സുമതിയുടെ ആങ്ങളച്ചക്കല്ലേ ആ പേർഷ്യല്ലോ, ആ ആ അവന്റെ ഭാര്യ ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഉണ്ടായിരുന്ന പൊന്നും പണ്ടൊക്കെ അവള് കൊണ്ടുപോയി. നിനക്കൊന്നും അവിടെ കേറായിരുന്നില്ലടാ. എന്നാ. നിന്നോടത്ത് നനങ്ങാട്ടി ഒരു അടി നടക്കാൻ വയ്യ. മോളെ എന്നാ ഞാൻ പോട്ടെ. മോൻ പോട്ടെട്ടോ. ഇങ്ങനെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടാ ഇപ്പോഴും ഈ ഓടി വീട്ടിൽ തന്നെ കിടക്കണത്. ആ എട്ടിത്തറയിലെ ശങ്കുരിക്കളനെ ടൗണിലെ കണ്ണായ സ്ഥലത്ത് ആ പൊന്നുവില കൊടുത്ത് ഭൂമി വാങ്ങിയത് ഇത് വല്ലതും അറിയണണ്ടാ? നീയേ ഒരു കാര്യം ചെയ്യും, ആ ശങ്കർകള്ളന്റെ കൂടെ പോയി താമസിച്ചു. എന്താ എടി, ആശാൻ എപ്പോഴും പറയും പണം ഇന്ന് വരും നാളെ പോകും, പയക്കരുത് പാക്കരാ. എടി, നല്ലൊരു കള്ളൻ എന്ന് വെച്ചാ നല്ലൊരു കമ്മ്യൂണിസ്റ്റാ. ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കൂട്ടി വെച്ച കള മുതൽ വാഴില്ല റോസി. ചെല്ലു. അതെ, ആ ആൾതാമസില്ലാത്ത പറമ്പുകളിലെ വാക്കല്ലില്ലാത്ത കിണറുണ്ടാവും, സൂക്ഷിക്കണം കേട്ടാ. പിന്നെ പട്ടികളില്ലാത്ത വീട് നോക്കി കയറിയാ മതി. എനിക്കങ്ങനെ വലിയ അതിമോഹമൊന്നും ഇല്ലേ. ഞാനും എന്റെ കുട്ടികളും ഉള്ളോണ്ട് ഒതുങ്ങി ജീവിച്ചോളാം. നിന്റെ ചേട്ടൻ വലിയ മറവിക്കാരനാ. ഈ ടോർച്ച് അവിടെ ഇവിടെ മറന്നു വെക്കണ്ടാ. ദേ മതിലേ കയറുമ്പോ കുപ്പിച്ചിട്ടുണ്ടാവും, സൂക്ഷിക്കണം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കണ്ട റോസ്ലി. ചത്ത് തലയ്ക്കുള്ള കാരണന്മാരുണ്ട് നമുക്ക് കാവൽ. നീയേ വെറുതെ ആലോചിച്ച് ഉറക്കൊളക്കാണ്ട് പോയി കിടന്നേ. നല്ല മഞ്ഞുണ്ട്. അതെ, നീ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിയും വരാനായിട്ട്. പണ്ടത്തെ പോലെ അല്ലോ, പുതിയൊരാളും കൂടി വരാൻ പോവല്ലേ. കുറച്ച് കരുതലൊക്കെ വേണ്ടേ നീ. പിന്നെ ഇവിടെ ഒരാളെ ഇപ്പൊ പണിയും പഠിപ്പിക്കണല്ലോ. പാടാ. ശരി ചേച്ചി. നല്ല ടഡാസ്റ്റ് മഞ്ഞ. കാത്തോണ്ടേ ഡാ, പണ്ടൊക്കെ എന്ന് വെച്ചാ ഓരോ ദേശത്തിനും സ്വന്തമായിട്ടൊരു കള്ളണ്ടായിരുന്നു. ദേശത്തെ കള്ളൻ. പുറത്തുനിന്നൊരു കള്ളനും പിന്നെ നാട്ടിലൊന്നും കക്കാൻ പാടില്ലെന്നാണ് നയം. എന്റെ അപ്പന്റെ അപ്പന്റെ അപ്പാപ്പനായിരുന്നു ഞങ്ങളുടെ ദേശത്തെ കള്ളൻ. അപാര സിദ്ധിയായിരുന്നു. മൊട്ടത്തോടുന്ന് ഒരേ വിജാഗിരി വെച്ച ടീമാ. ആണോ? നീ ആക്കിയതാ? ഞാൻ കാര്യമായിട്ടാ. എടാ, നിസ്സാര പാരമ്പര്യം വിചാരിച്ച 500 കിടി സ്വർണ്ണ നാണയം, 200 പറ പൊന്നും കണ്ടം, ഇത്ര സാധനങ്ങളുടെ രാജാവ് ഇഷ്ടമായിട്ട് അവിടുത്തെ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കക്കാൻ പോയ അപ്പാപ്പൻ കുളിസിയും കണ്ട് കാലിട്ട് കുളത്തിലാ വീണു. രാജാവ് അപ്പനെ പിടിച്ച് തൂക്കിയാവും. അപ്പൊ അപ്പൊ നീ പഠിച്ചു കള്ളൻ.